Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജ് ആണ്. ഈ കർക്കിടക മാസം ആദ്യം വലിയ ഡയലോഗ് ഇറക്കി നോൺ വെജ് ഒന്നും വേണ്ട, വെജ് മതിയെന്ന്. പക്ഷെ നമുക്ക് ഗസ്റ്റിനെ കൂടെ പരിഗണിക്കണ്ടേ? എപ്പോഴും പറയുന്നത് അങ്ങനെയല്ലേ? അതായത് പക്ഷെ എന്തുകൊണ്ട് മുകേഷ് ചേട്ടനെ പരിഗണിച്ചില്ല എന്നൊരു അടുത്തൊരു ചോദ്യം വരും. ശരിയാണ്. പക്ഷെ കർക്കിടകം ഒന്നാകുമ്പം കുറെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പറയും, എന്തിന് ഇന്നൊരു ദിവസമെങ്കിലും മാറ്റിക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയും, മുകേഷ് ചേട്ടൻ എനിക്ക് ആ ഒരു ദിവസം നിറവോടെയാ കൊടുത്തത്. പക്ഷെ നോൺ വെജ് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കർക്കിടകം ഒന്നായതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നോൺ വെജ് ചെയ്യുന്നതിന് അതിനാന്ന് ചോദിച്ചാൽ ഇന്ന് വരുന്ന ഗസ്റ്റ് എന്നോട് ഒരു നോൺ വെജ് ആവശ്യപ്പെട്ടു. വേറെ ഒന്നുമല്ല, നല്ല രുചിയായിട്ടൊരു മീൻകറി ആവശ്യപ്പെട്ടെ. അപ്പൊ നമുക്ക് ഇനി അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്ന് നോക്കിയല്ലേ, മീൻകറിക്ക് എന്നാ വേണ്ടേ അല്ലേ, എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്കിത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്നാന്നറിയോ, ഞാൻ നമ്മളെ ഈ ഷോയുടെ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. അന്നേരം ഒരാള് എഴുതിയ കമന്റാ, ചുമ്മാ ആർക്കായി കോഴിക്കറി വെക്കാൻ അറിയാൻ മേലാത്ത, ആർക്കായി മീൻകറി വെക്കാൻ അറിയാൻ മേലാത്ത എന്നൊക്കെ ചോദിച്ചേച്ച് ഒരു എപ്പോ വന്നാലും ഒരു കോഴിക്കറി വെക്കും അല്ലെങ്കിൽ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞുകൊണ്ട് എന്നതേലും ഒക്കെ വെച്ചേച്ച് പോവും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറ്റം പറഞ്ഞ് എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറ്റം പറയുന്ന ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല, പോസിറ്റീവായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നാന്നോ, ഈ കോഴിക്കറി എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറയാ, നമ്മുടെ മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തേച്ചൊന്നും അല്ല പറയുന്നത്. ഒരു കോഴിക്കറി ഇൻ എ ഡിഫറെന്റ് വേ, പല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരു വേറെ തരം രുചിയിലാണ് നമ്മൾ വെക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സ്ഥിരം കോഴിക്കറി എന്ന് പറയുന്ന പോലെ ഒരു സാധാ നമ്മൾ വീട് വെക്കുന്ന പോലത്തെ ഒരു കോഴിക്കറി അല്ല. എപ്പോഴും നമ്മുടെ എന്താ പറയാ, പ്രോവേർബ്സ് പറയാറുണ്ടല്ലേ, ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അത് കറി ഒന്ന് നോക്കി അതിനകത്ത് എങ്ങനെയാ കറി വെച്ചേക്കുന്നതെന്നൊന്ന് കണ്ടുപിടിച്ചേച്ച് എന്നിട്ട് കുറ്റം പറഞ്ഞാൽ ഓക്കെ. കുറ്റം പറയുന്ന ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് എടുക്കുകയല്ല, ഞാൻ പോസിറ്റീവായിട്ടേ എടുക്കത്തുള്ളൂ. പക്ഷേ പറയുമ്പോ അതും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ സന്തോഷം. ഞാൻ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഒത്തിരി കമന്റ് വായിക്കുന്നുണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പറയുകയല്ലായിരുന്നു. പക്ഷെ വായിക്കുന്ന മനഃപൂർവ്വ കാര്യം, വേറെ ഒന്നുമല്ല. എന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തണമല്ലോ. ഇന്ന് ചെയ്യാൻ പോകുന്ന മീൻകറി ഏതാന്ന് നേരത്തെ പറഞ്ഞ പോലെ പറയരുത്. ഇതെന്നാ അറിയോ, ട്രിവാൻഡ്രം, കോട്ടയം, പാലക്കാട് എല്ലാം കൂടെ ഒന്ന് ചേർന്ന ഒരു മീൻകറിയാ. അതന്നെ അങ്ങനത്തെ ഒരു മീൻകറി എന്നൊക്കെ ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, പല സ്ഥലത്തെ പല കാര്യങ്ങള് ഒരു മീൻകറിക്കകത്തോട്ട് കയറുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാല് പച്ചത്തേങ്ങ. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന പച്ചത്തേങ്ങ, അതല്ല നമ്മുടെ വീട്ടിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് ഒരു ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഒരു 7 എണ്ണം ഉണ്ട്. അത് എത്ര ഉണ്ടോ അത്രയും നല്ലതാ. പിന്നെ ഉള്ളത് ഒരു കഷ്ണം ഇഞ്ചി, അതായത് നമ്മുടെ 1 ഇഞ്ച് കഷ്ണം എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി. ഇതിന്റെ അളവ് എങ്ങനെയാന്ന് വെച്ചാല് മല്ലിപ്പൊടി 1 ആണെങ്കിൽ മുളക് പൊടി 2, അതാണ് കണക്ക്, ഡബിൾ. പിന്നെ വേണ്ടിയത് കുറച്ച് ഉലുവാപ്പൊടി, ഉലുവ അല്ലെങ്കിൽ ഉലുവാപ്പൊടി. പച്ചമുളക് അല്ലെന്നുണ്ടെങ്കിൽ എന്നാ വേണ്ടിയെന്നറിയാവോ, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു വലിയ മുളകില്ലേ, അത് കിട്ടുവാണെങ്കിൽ ആ മുളക് കിട്ടോ. പിന്നെ വേണ്ടിയത് ഒരു തക്കാളി. പിന്നെ വേണ്ടിയത് ഒരു മുരിങ്ങയ്ക്ക കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ചേർക്കാൻ പോകുന്ന കൊടംപുളിയാ. കൊടംപുളി ഇഷ്ടമല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ വാളംപുളി ആയാലും ചേർക്കാം. ഇന്ന് വെക്കാൻ പോകുന്ന മീന് കിളിമീനാ. ഇത് പല ഭാഷയില് പല സ്ഥലത്തും പല രീതിയിൽ പല പേരിൽ അറിയപ്പെടുന്നത്. ഇത് ട്രിവാൻഡ്രത്തൊക്കെ നവര പറയും, ചിലടത്ത് കിളിമീൻ പറയും, ചിലടത്ത് ചെങ്കലവ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് ഇച്ചിരി സൗന്ദര്യം കൂടിയ മീനാ. ഇത് വറുക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷെ എന്നാലും കറി വെച്ചാലും ഈ മീൻ ഇഷ്ടമല്ലാത്തവരാരും ഇല്ല കേട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് കടുക്. ആക്ച്വലി കടുക് അല്ല ശരിക്കും നമ്മൾ ഇടുന്നത്, കടുക് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഉലുവ മാത്രം ഇട്ട് പൊട്ടിച്ചാലും നല്ലതാ. പിന്നെ വേണ്ടിയത് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇത്രയും സാധനം വേണ്ടിയ. പക്ഷെ ഇതിന് വലിയ പണിയില്ല, അതാ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ ആദ്യം അരക്കുക വേണ്ടിയേ. അതിനായിട്ട് ഈ പച്ചത്തേങ്ങ ഇത് മുഴുവൻ ഇടുവാന്നേ. അതിന്റെ കൂട്ടത്തിൽ 7 ഉള്ളി എടുത്തില്ലേ, അതും ഇടുക. പിന്നെ ഉള്ളത് ഒരു കഷ്ണം ഇഞ്ചി,
അതിട്ടു. ഇനി മല്ലിപ്പൊടി മുളക് പൊടിയാ. അതിന് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുവാണെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടിയാണേ. ഞാനിവിടെ എടുത്തേക്കുന്ന കാശ്മീരി മുളക് പൊടിയാ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് അരയ്ക്കാം. പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം പച്ചമുളക് അതിനകത്ത് കീറി ഇടുന്നതാ. അപ്പൊ ഇതൊന്ന് നല്ല മഷി പോലെ അരയ്ക്കട്ടെ. നല്ല പേസ്റ്റ് പോലെ അരയണേ. അത് ഈ പറഞ്ഞ പോലെ തരിതരിപ്പൊന്നും പാടില്ല. ഓക്കെ. ഇനി ഈ അരപ്പ് ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ചട്ടിയിലൊന്ന് ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റൊന്നുമല്ല, ഞാനിപ്പം എണ്ണ ഒഴിക്കുന്നില്ല. അതിന് പകരം ഈ അരപ്പിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഇത്രയും അരപ്പിന്റെ ആ ഒരു ചാറിന്റെ കൺസിസ്റ്റൻസി പോരാ, ഒരു ഇച്ചിരി ചാറൂടെ വേണം. അന്നേരം ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കുക. ഓക്കെ, അരപ്പ് ഫുള്ള് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ അരപ്പ് കംപ്ലീറ്റ് ഇതിനകത്ത് വെച്ചു. പക്ഷെ എൻ്റെ അറിവില് കുറച്ചുകൂടെ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടി വെള്ളം വേണമെന്നാ തോന്നുന്നത്. അതൊട്ടും അരപ്പ് പോരാ. അരപ്പല്ല, അതിൻ്റെ ഒരു ചാറ് കട്ടിയാ. അന്നേരം അതൊരു ഇച്ചിരി ഒന്ന് തിളച്ച് വരുമ്പോൾ ലൂസാവും. ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ഇച്ചിരിയും കൂടി ഒന്ന് അരച്ചാൽ ഇത്ര മതിയാവും. ഇനിയിപ്പോൾ നിങ്ങളെല്ലാം പറയും കുപ്പിയിലെ വെള്ളം തീർന്നുകൊണ്ടാ നിർത്തിയെന്ന്. അല്ല, ഇത്രയും മതി. ഇനി നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്ന പച്ചമുളക് ഒന്ന് കീറി ഇടണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടി ഒരുപാട് ഇടണ്ട. ഒരു എന്താ പറയുക, ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കഴിക്കും. അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. എന്നാൽ മീനിന് ഉലുവ വേണോന്ന് ചോദിച്ചാൽ വേണം, ഇല്ലെങ്കിൽ അതിനൊരു സ്വാദുമില്ല. ഈ അരപ്പൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ആ പച്ചമുളക് ഒന്ന് കീറി ഇടുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഒന്ന് ഇടുക. പച്ചമുളക് നമ്മൾ നേരത്തെ മുളക് പൊടി കാശ്മീരിയാ ചേർത്തേക്കുന്നത്. ഇതിപ്പോൾ എരിവുള്ള പച്ചമുളക് ആണോ എന്ന് ചോദിച്ചാൽ അത്രയും വലിയ എരിവൊന്നുമില്ല. പക്ഷെ എന്നാൽ എരിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താൻ. അതുകൊണ്ടൊരു ഞാനൊരു 3 എണ്ണം ഇടാം. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, എന്നാന്നോ, മീനിന് ഒരു ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒന്നും ഇല്ലെങ്കിൽ കൊള്ളത്തില്ല. അതാ എൻ്റെ പക്ഷം. അതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തിളയ്ക്കുമ്പോൾ തന്നെ വേവാനുള്ളതായി ഈ മുരിങ്ങയ്ക്ക, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാം ഇടേണ്ട ഒരു സാധനമാ ഉപ്പ്. അപ്പൊ അതും കൂടെ ഒരു ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ അരപ്പിന്റെ ഉപ്പും മുരിങ്ങയ്ക്കായ്ക്കും ഒക്കെ എത്ര വേണം എന്നുള്ളത് നമുക്കറിയാൻ ഒക്കും. ഇത്രയും മതി. അവസാനം മീനൊക്കെ ഇട്ട് ഒന്ന് നോക്കിയേച്ച് മാത്രം ഞാൻ ബാക്കി ഉപ്പ് ചേർക്കത്തുള്ളൂ. ഇനി എന്തായി, ഉപ്പായി, എരിവായി. ഇനി വേണ്ടിയത് പുളിയാ. പുളിക്കായിട്ട് ഞാനിവിടെ കുടംപുളി എടുത്തു വെച്ചേക്കുന്നേ. 2-3 പുളി എടുത്ത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ആദ്യം ആ ചാറങ്ങ് ഒഴിക്കുക. പിന്നെ അതിൽ നിന്ന് 1 കഷ്ണമോ അല്ലെങ്കിൽ 2 കഷ്ണമോ പുളിയോ ഇട്ടേച്ചാൽ മതി. കാര്യം നമുക്ക് പിന്നെ അറിയാൻ നോക്കും അതിന് പുളി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. കുറവാന്നേരം ഒന്നുകൂടി ഇട്ടേച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ചേട്ടാ ഞാൻ ഈ ചാറങ്ങ് ഒഴിക്കുക. ഇതിന്റെ കൂട്ടത്തില് നല്ല മുഴുത്ത 1 കഷ്ണം കുടംപുളി ഇടുക. മീൻ ഈ നിറത്തിലും ഇതൊന്ന് തിളയ്ക്കുന്ന പരുവമൊക്കെ ആവുമ്പത്തേക്ക് അത്യാവശ്യമല്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം എന്നാന്ന് വെച്ചാൽ ഒരു 2 കറിവേപ്പില ആ പച്ച നിറം ഒന്ന് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. മീനിന്റെ അരപ്പ് തിളയ്ക്കുന്നതോടു കൂടി കുറച്ചുകൂടെ ഒരു എന്താ പറയാ പുളിയും അതിൻ്റെ ഒരു സ്വാദൂടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മുഴുത്ത തക്കാളിയാണ്. ആ മുഴുത്ത തക്കാളിയുടെ പകുതി ഇപ്പം ഇടാം, പകുതി മീൻ ഇട്ടതിന് ശേഷം ഇടാം. കാര്യം ചിലർക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഈ തക്കാളി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, മീനെല്ലാം വെന്തൊന്ന് വാങ്ങാറാകുമ്പോൾ ചില തക്കാളി ഒന്ന് വാടാനേ സമ്മതിക്കത്തുള്ളൂ. അതിന് മുമ്പേ നമ്മളങ്ങ് എടുക്കും. അതല്ല, അപ്പം ഞാനത് അതുകൊണ്ട് എന്നാ ചെയ്യുന്നത്, പകുതി തക്കാളി ഇടാം, പുളിയും നോക്കണമല്ലോ. ഇപ്പൊ 2 in 1 എന്ന രീതിയിൽ പകുതി തക്കാളി ഇട്ടേച്ച് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചേച്ച് ബാക്കി ഉപ്പും എരിവും പുളിയും ഒക്കെ അന്നേരം നോക്കാം.
ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ നല്ലതായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീനിടാം. നമ്മുടെ അരപ്പ് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. വേണ്ട നോക്കി, ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ മീനൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ഈ മീൻ ഇടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ അരപ്പ് ഒഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചോണം, നോക്കിയേച്ച് വേണം നമ്മൾ അരപ്പിനകത്ത് വെള്ളം ചേർക്കാനായിട്ട്. മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തവി കൊണ്ട് ഇളക്കരുതെന്നാ പറയുന്നത്. പക്ഷെ മീൻ വെന്തില്ല, അതുകൊണ്ട് വേവുന്നതിന് മുമ്പ് അന്നെങ്കിൽ ഇളക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ മീൻ പൊടിഞ്ഞു പോവുമോ എന്നുള്ള പേടി കൊണ്ടാ. സത്യവാ, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ മീനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ ഒട്ടും തവി വെച്ച് ഇളക്കാൻ പാടില്ല, അത്രയ്ക്ക് പൊടിഞ്ഞു പോവേ. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മീനൊന്ന് നല്ലോണം മീനിട്ട് നല്ലോണം ഒന്ന് തിളച്ച് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന അരപ്പിനകത്തൂടെ ഈ നമ്മൾ എന്താ പറയാ എണ്ണ തെളിയും എന്ന് പറയില്ലേ. പക്ഷെ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഇതിന്റെ എണ്ണയൊന്ന് തെളിയും. അതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യാൻ പോവാ, ഇത് കുറച്ചു നേരം കൂടെ ഒന്ന് അടച്ചിടുന്നതിന് മുമ്പ് ഞാൻ ബാക്കി തക്കാളിയും അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തേച്ച് ഞാൻ അടച്ചിടാം. ഇനി മുരിങ്ങയ്ക്കായും മീനും കൂടെ ഒന്നിച്ച് കിടന്ന് ഒന്ന് വേവട്ടെ. വെന്തതിന് ശേഷം, വേവുക എന്ന് പറഞ്ഞാൽ അതിന്റെ പരുവം നമ്മൾ ചേർത്ത തേങ്ങയുടെ എണ്ണ നല്ലോണം തെളിയുമ്പോഴാ നമ്മൾ അടുത്ത വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കടുക് വറുത്തൊഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കടുകിന് പകരം ഉലുവ മാത്രം പൊട്ടിച്ച് ഉലുവയും കറിവേപ്പിലയും കൂടെ കടുക് വറുക്കുക, വേറെ ഒന്നും ചെയ്യരുത്. പക്ഷെ ഇവിടെ ഞാൻ ഉലുവാപ്പൊടി ഇട്ടത് കൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരു കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രം ഇത് വെന്ത് ഒന്ന് വറ്റത്തില്ലേ, ആ സമയത്തേക്ക് ഞാൻ ഓഫ് ചെയ്തേച്ച് കടുക് വറുക്കാം. അപ്പൊ ഇനി മീന് ഒന്ന് വെന്തോട്ടെ. ഇപ്പൊ നമ്മുടെ മീന് നല്ല അസലായിട്ട് തിളച്ച് നോക്കിയേ, കണ്ടോ? ഞാൻ പറഞ്ഞില്ല, തേങ്ങയുടെ ഈ സൈഡില് നോക്കിയാൽ അറിയാം, ആ തേങ്ങയുടെ എണ്ണ നല്ലോണം തെളിഞ്ഞു. പിന്നെ എന്നാന്നറിയാവോ, തുറക്കുമ്പോ തന്നെ ഒരു നല്ല മണവാ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനൊന്ന് കടു വറുക്കണം. അതൊക്കെ എന്നാന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളിട്ട് കടു വറുക്കുന്നില്ല. ഉള്ളി, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഇനിയിപ്പോ ഉലുവയുടെ ടേസ്റ്റ് ഒരു ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുവാന്നേല് അത് നമുക്കിടാം. ഉലുവ ഇട്ട് കടുവറുത്താൽ മതി. ഞാൻ ഉലുവ ഇടാത്ത എന്നാന്ന് വെച്ചാൽ പൊടി ചേർത്തത് കൊണ്ടാ. ഉലുവ ഒത്തിരി ഇട്ടാൽ കഴിക്കും, അതുകൊണ്ടാ ചെയ്യാത്ത. പിന്നെ എന്നാന്ന് വെച്ചാൽ എത്രയായാലും കപ്പ, ചക്ക അല്ലെങ്കിൽ ഊണിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഏറ്റവും സ്വാദ് നമുക്ക് നാടൻ മീൻകറി തന്നെയാ. ഇതിനകത്ത് എവിടെയാ ട്രിവാൻഡ്രം, എവിടെയാ കോട്ടയം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല്, ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞാൽ മീൻകറി വെക്കുവാന്നേല് തേങ്ങ, മഞ്ഞപ്പൊടി, മുളകുപൊടി, ചെറിയ ഉള്ളി, ഇത് ഇത്രയും മാത്രമേ അരയ്ക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ വാളംപുളിയാ ചേർക്കുന്നത്. ഒന്നെങ്കിൽ പിഴിഞ്ഞ് ചേർക്കും, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കും. ഇതാണ് ട്രിവാൻഡ്രം ഫിഷ് കറി എന്ന് പറയുന്നത്, എന്നെ ഏട്ടൻ്റെ അമ്മ പഠിപ്പിച്ചത്. ഇനിയിപ്പോൾ കോട്ടയം എങ്ങനെ മിക്സ് ആയെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ കുടംപുളി ചേർത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം മിക്സ് ആയ ഒരു കാര്യം കൂടെ ഉണ്ട്, മുരിങ്ങയ്ക്ക ചേർത്തിട്ടുണ്ട്, തക്കാളി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ട്രിവാൻഡ്രത്ത് മീൻകറി വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴാ തേങ്ങ അരച്ച മീൻകറിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. എന്താ പറയാ, ഈ തൃശ്ശൂർ, പാലക്കാട് ആ സൈഡൊക്കെ വരുമ്പോൾ കുറച്ച് കോട്ടയം സൈഡിലും ഒക്കെ ഇങ്ങനെ വെക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം കൂടെ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇൻഗ്രീഡിയൻസിന് വ്യത്യാസമില്ല, പക്ഷെ പലയിടത്ത് പലത് ഉപയോഗിക്കുന്നത് എല്ലാം കൂടെ ചേർത്തൊരു മീൻകറി ആക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് കടു വറുക്കാം. തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ടും തനി നാടൻ മീൻകറി ആയതുകൊണ്ടും നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഇസ് ദ ബെസ്റ്റ്. കടു വറുക്കാനുള്ളത് മാത്രം മതിയേ. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒത്തിരി നേരമായിട്ട് വട്ടം കറക്കുന്നുണ്ട്, പക്ഷെ ഒത്തിരി എണ്ണയൊന്നും വീഴുകയല്ല ഇതിനകത്ത്. എണ്ണയൊന്ന് വെച്ച് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഞാൻ കടുകിടാം. കടുക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉലുവയാണെങ്കിൽ അങ്ങനെ. ഇതിനകത്തോട്ട് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക, 2 4 എങ്ങനെയാ നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതേപോലെ
കറിവേപ്പില ഇതിന്റെ കൂട്ടത്തിൽ ഇടുന്നില്ല, ലാസ്റ്റ് എടുത്തുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ അതങ്ങ് ഒത്തിരി മൊരിഞ്ഞും പോണ്ട, എന്നാ കറിവേപ്പിലയുടെ ഒരു മണമില്ലേ അത് നിൽക്കുകയും വേണം, വെളിച്ചെണ്ണയുടെ ഒരു മണവും നിൽക്കുകയും വേണം. അതുകൊണ്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമേലാക്കി വെച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഈ കറിവേപ്പില ഇടും. അപ്പൊ കറിവേപ്പില ഒന്ന് വാടുകയും ചെയ്യും, അതൊന്ന് മൂത്ത് പോവുകയും ഇല്ല, ആ വെളിച്ചെണ്ണയുടെയും എല്ലാത്തിന്റെയും ഒരു മണം അതിന് വരികയും ചെയ്യും. ആ വെളിച്ചെണ്ണയുടെ മണമൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ എന്നാ നല്ല മണമെന്നറിയാവോ. ഞാൻ അങ്ങ് പറയുന്നില്ല, എന്നുള്ളതും കൂടെ ഗുണം കളയണ്ട.